രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം അതിർത്തിയിലെ ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്നു. അത് വീണ്ടും ആരംഭിച്ചതിനെ പറ്റി ധാരാളം വിമർശനങ്ങൾ വരികയാണ്. നിർത്തിവെച്ചത് നന്നായി, എന്നാലും വീണ്ടും തുടങ്ങിയല്ലോ. എന്താണ് കാര്യം? അതിർത്തിയിൽ വെടിനിർത്തലായി കഴിഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം സാധാരണ നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഈ 4ാം വാർഷികം ആഘോഷിക്കാൻ പാടില്ല. അത് യുദ്ധ സമാനമായ അന്തരീക്ഷം വന്നപ്പോൾ നിർത്തിവെച്ചതല്ലേ, പിന്നെന്തിനാ തുടങ്ങിയത്? കോടികൾ ധൂർത്തടിച്ച് നടത്തുകയല്ലേ. ഇതിൻ്റെ കണക്കുകളൊക്കെ ഞങ്ങൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നില്ല. ഏത് സർക്കാർ PRD എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ PRD കോടിക്കണക്കിന് രൂപ ബജറ്റ് വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. PRD വകുപ്പിന്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന്. അത് ബജറ്റ് വിഹിതമാണ് ചെലവഴിക്കുന്നത്, അല്ലാതെ വകമാറ്റി ചെലവഴിക്കുന്നില്ലല്ലോ. അത് PRDയുടെ ബജറ്റാണ്. സർക്കാരിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, നേട്ടങ്ങൾ. കാരണം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം സർക്കാരിനെതിരാണല്ലോ മാപ്രകൾ. ലക്ഷങ്ങൾ ഓരോ പ്രധാന മീഡിയ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വരെ ലക്ഷങ്ങൾ, അങ്ങനെ കോടികൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിന് ഈ രണ്ടാം സർക്കാരിന് 4ാം വാർഷികാഘോഷം. ഈ പൈസയും എണ്ണി വാങ്ങിയിട്ട്, പരസ്യക്കാശ് എണ്ണി വാങ്ങിയിട്ടാണ് സർക്കാരിനെതിരെ വാർത്തകൾ ചമയ്ക്കുക. വാർത്തകളല്ല, ചമയ്ക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്? സർക്കാരിന്റെ 4ാം വാർഷികം, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ആളെ കൂട്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ വേടനെ പിടിച്ചിരിക്കുകയാണ്. അത്രേ ഏറ്റവും പുതിയ ആയുധമാണ്. ഞങ്ങൾ ഇന്നലെ ചെയ്ത ന്യൂസ് വീഡിയോയിൽ പറയുന്നുണ്ട്, RSS വേടനെതിരെ രംഗത്ത് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വേടൻ നിലയുറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, വേടൻ ഒരു സന്ദേശമാണ് എന്ന രൂപത്തിൽ നമ്മൾ അതിനെ കാണണം. അപ്പൊ വേടൻ നിലയുറപ്പിച്ചത് ഈ പറയുന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ആളായിട്ടാണ്. വേടന്റെ കവിതകളും പാട്ടുകളും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ ആവർത്തിക്കുന്നേയില്ല, അതിന് ബാക്കിയായിട്ട് ഫോളോ അപ്പ് ആയിട്ട് പറയുകയാണ്. അപ്പൊ വേടൻ ഇപ്പോൾ പാലക്കാട്ട് അടുത്ത പട്ടികജാതി വർഗ വികസന വകുപ്പിൻ്റെ പരിപാടിയിൽ പാലക്കാട്ട് വേടൻ വരുന്നു. ഇടുക്കിയിൽ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൽ വേടൻ പങ്കെടുത്തു. ജനസാഗരമായിരുന്നു, വൻ ആൾക്കൂട്ടം, ആയിരക്കണക്കിന് പേരെത്തി, എണ്ണിയാൽ ലക്ഷങ്ങൾ വരും. അപ്പോൾ ഇത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വേടനെ മുൻനിർത്തിയിട്ട് LDF 3ാമതും പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കരക്കമ്പി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജനങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വേടനെ വേണം എന്നും പറഞ്ഞിട്ടുള്ളൊരു കാമ്പയിൻ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. ആ കാമ്പയിൻ ക്ലച്ച് പിടിക്കാൻ പോടില്ല. കാരണം വേടൻ എങ്ങനെ വന്നു, വേടൻ എങ്ങനെ ഈ മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വേടന് ഇടതുപക്ഷ സർക്കാർ, ഇവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് പിന്തുണ നൽകി. ചില കുത്തിത്തിരിപ്പുകൾ കണ്ടപ്പോൾ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികളുണ്ടായി, മന്ത്രി തലത്തിൽ നടപടികളുണ്ടായി, അത് തിരുത്തി. അപ്പോൾ വേടൻ ചില സർക്കാർ പരിപാടികളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ, രണ്ടാം സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വെച്ചിട്ട്, മുനവെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ പാപ്പരത്വം എന്നേ പറയേണ്ടത്. അത് എതിർ പാർട്ടികൾ, പ്രതിപക്ഷമായാലും BJP ആയാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും, UDF ആയാലും BJP ആയാലും, നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് തെളിയിക്കുന്നത്. നിങ്ങൾക്കെന്തുകൊണ്ട് വേടന്റെ പേരിൽ പറയാൻ, സംസാരിക്കാൻ പറ്റുന്നില്ല? അപ്പൊ വേടൻ ഒട്ടേറെ യുവാക്കളെ, ചെറുപ്പക്കാരെ, സ്ത്രീകളെ, കുട്ടികളെ ഒക്കെ ആകർഷിക്കുന്നു വേടന്റെ പരിപാടിയിലേക്ക്, സംഗീത പരിപാടിയിലേക്ക്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, സംശയമില്ല, ഒരു രാഷ്ട്രീയമുണ്ട്. അതൊരു കീഴാള രാഷ്ട്രീയ ബോധമാണ്. ആ കീഴാള രാഷ്ട്രീയ ബോധം വേടൻ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് വേടന്റെ ഈ
ജാതി പറഞ്ഞു പോലും സംഗീതം പാട്ടുപാടുന്ന വേടനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. നീതി കിട്ടാത്തവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി 4 വാക്ക് സംസാരിക്കുക, ഒരു പാട്ട് പാടുക, ഒരു കവിത എഴുതുക. ഇതിനു മുമ്പ് കലാഭവൻ മണി ചെയ്തത് എന്താണ്? കലാഭവൻ മണി തൻ്റെ വേദനകൾ, സങ്കടങ്ങൾ, താൻ വളർന്ന സാഹചര്യങ്ങൾ തൻ്റെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ച ഒരാളായിരുന്നു കലാഭവൻ മണി. മണിയുടെ പാട്ടുകൾ നമ്മൾ കേട്ടാൽ പതിവരാതെ കേൾക്കുന്ന പാട്ടുകൾ. പക്ഷെ കലാഭവൻ മണി ചരിത്രബോധം തൻ്റെ പാട്ടുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം മികച്ച ഗായകനും നടനും ഒക്കെ ആയിരുന്നു. പക്ഷേ ചരിത്രബോധത്തെ തൻ്റെ പാട്ടിലേക്കും കവിതയിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ് കലാഭവൻ മണിക്ക് മുകളിൽ ഒരു പടി മുകളിൽ വേടനെ പ്രതിഷ്ഠിക്കുന്നത്. വേടൻ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ്. കലാഭവൻ മണി അകാലത്തിൽ പോയി, പക്ഷെ പകരം ഒരാൾ വന്നു. ആ വന്നയാൾ വേടൻ അതിനും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളത് ഇവിടെയുള്ള സവർണ ചിന്താഗതിക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വേടനെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ പരോക്ഷമായിട്ട് വേടൻ ഇടതുപക്ഷത്തെ, പിണറായി സർക്കാരിനെ സഹായിക്കുന്നു എന്നൊരു പുതിയ കരക്കമ്പി ഇറക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആർക്ക്? ഇവിടുത്തെ UDFനോ ഇവിടുത്തെ BJPക്കോ NDAക്കോ രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് വേടന്റെ പിന്തുണ കിട്ടുന്നില്ല? വേടന്റെ പരിപാടികളിൽ വരുന്ന ആയിരങ്ങളിലെ ലക്ഷങ്ങളുടെ പിന്തുണ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ വേടൻ ഒരു അനിവാര്യതയാണ്. എന്തുകൊണ്ട് വേടൻ ഉണ്ടായി കലാഭവൻ മണിക്ക് ശേഷം? അത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഇടപെടലുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വന്നൊരു ചരിത്രത്തിന്റെ തുടർച്ചയാണ്. കലാഭവൻ മണി എന്ന് പറയുന്നത് ഒരു കീഴാള സമുദായത്തിൽ നിന്ന് ഒരാൾ മലയാള സിനിമയിലെ ഒരു വലിയ സാന്നിധ്യമായിട്ട് മാറിയത്. പിന്നീട് വിനായകൻ വന്നു. ഇപ്പോ വേടന്റെ ആ പാട്ട്, മഞ്ഞുമൽ ബോയ്സിലെ ആ പാട്ട്, കുതന്ത്ര തന്ത്ര 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 എന്ന് പറയുന്ന പാട്ട്, ആ പാട്ട് പോലും ആ സിനിമയെ വൻ വിജയമാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സുറന്ന് അംഗീകരിക്കാൻ തയ്യാറാവുന്നു. എത്രയോ കോടികളാണ് മഞ്ഞുമൽ ബോയ്സ് സമാഹരിച്ചത്. അവിടെയാണ് വേടനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വേടൻ വെറും ഒരു വ്യക്തിയല്ല, അതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം ഇവിടുത്തെ ഇടതുപക്ഷത്തെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയും സഹായിക്കും എന്നുള്ള വേവലാതി കൊണ്ടാണ് ഇപ്പൊ RSSും സംഘപരിവാർ അനുബന്ധ സംഘടനകളും ഒക്കെ വേടനെതിരെ രംഗത്ത് വരുന്നത്. വേടനെ കൊടുക്കാൻ എല്ലാ ആയുധങ്ങളും അവനാടിയിലെ എടുത്ത് പരീക്ഷിക്കുമെന്ന് കരുതി സംശയമില്ല. കേന്ദ്ര സർക്കാരിനെ വരെ ഇതിനകത്ത് പിടിച്ചിടാൻ നോക്കും വേടനെ കൊടുക്കാൻ എന്നുള്ളത് വേടൻ തിരിച്ചറിയുക. വേടൻ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുകയാണ്. വേടൻ സൂക്ഷിക്കണം. വേടനെ കൊടുക്കാൻ വലിയ ഒരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് വേടൻ മനസ്സിലാക്കണം. പക്ഷേ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വേടനൂടെ നിൽക്കുമെന്നുള്ളത് ഇപ്പം തന്നെ സംശയാതീതമായിട്ട് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സൂക്ഷിക്കുക. നിയമമാണ്, കേസുകളാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. വേടന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞ എന്താണ്? വേടൻ എല്ലാ വ്യാഴാഴ്ചയും, ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയിലും കോടതിയിൽ വന്ന് ഒപ്പിടണം. ഹൈക്കോടതി ജാമ്യം കൊടുത്തല്ലോ. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയുടെ, ഒരു കലാകാരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതല്ലേ? അദ്ദേഹത്തിന് വേടന് കേരളം വിട്ട് പുറത്തുപോയി ഒരു പരിപാടി ഇനി അവതരിപ്പിക്കാൻ പറ്റൂല. കേരളം വിട്ട് അന്യ സംസ്ഥാനത്ത് പോലും, തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ അയൽ സംസ്ഥാനത്ത് പോലും പോയി, കർണാടകത്തിലോ പോയിട്ട് ഒരു പരിപാടി നടത്താൻ വേടനിപ്പം നിയമപരമായിട്ട് അനുവാദമില്ല. വേടന്റെ പരിപാടി കേരളത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വിദേശ യാത്ര സാധിക്കില്ല. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദേശ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നീതിന്യായ കോടതി എടുത്ത ഈ ഒരു തീരുമാനം എത്രമാത്രം നീതിയുക്തമാണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. കഴുതിലൊരു പുലിപ്പല്ല് കിടന്നതുകൊണ്ട് മാത്രം.
പുലിപ്പല്ലിട്ട് വേറെ ആർക്കും ഏത് വഴിയും നടക്കാം, ഒരു കുഴപ്പമില്ല. മോഹൻലാലിനാവാം, പിന്നെ പിന്നെ ജയറാമിനാവാം, ഇവർക്കൊക്കെ ആവാം. സെലിബ്രിറ്റീസിനൊക്കെ പുലിപ്പല്ലിട്ടുണ്ട് നടക്കുക, ആരും ചോദിക്കത്തില്ല. ഒരു പോലീസും പിടിക്കില്ല, ഒരു വനവും പിടിക്കില്ല. പക്ഷെ വേടനെ പിടിക്കും. എന്നിട്ട് കൊടുത്ത ജാമ്യ വ്യവസ്ഥ. ഇനി വേറെ ചില കേസുകളിൽ, സമാന കേസുകളിൽ, മോഹൻലാൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, വിലയിരുത്തൽ, വിധികൾ? എന്താ വേടനെ മാത്രം ഇങ്ങനെ നിർബന്ധപൂർവ്വം ഇങ്ങനെ നിബന്ധന വെച്ചിട്ട് ജാമ്യം കൊടുത്ത എന്തിനാണ്? അപ്പൊ നീതിന്യായ സംവിധാനം പോലും എവിടെയോ എന്തോ ചില ചിന്തകൾ അവരെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റും. അപ്പൊ വേടന്റെ കാലിൽ ഒരു വിലങ്ങിട്ടിരിക്കുന്നു ഓൾറെഡി. ജാമ്യം കൊടുത്തെങ്കിലും വേടന്റെ കാലിൽ ഒരു വിലങ്ങിട്ടു. ഇനി രണ്ടാം കാലിൽ വിലങ്ങിട്ടാൽ മാത്രം മതി. ഈ ഒരു വിലങ്ങ് ഇട്ടിട്ടാണ് വേടൻ അതിനുശേഷം ഇപ്പൊ കേരളത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകരുത്. അടുത്ത ലക്ഷ്യം വേടനാണ്. വേടനെ എവിടെ പൂട്ടാൻ പറ്റും എന്നുള്ളതായിരിക്കും അടുത്ത ചിന്ത.